നടനും ബി.ജെ.പി. നേതാവുമായ സുരേഷ് ഗോപി അദ്ദേഹം ഇപ്പോൾ തൃശ്ശൂരിൽ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയാണ്. ബി.ജെ.പിയുടെ എ ക്ലാസ് മണ്ഡലമാണ് തൃശ്ശൂർ എന്നാണ് ബി.ജെ.പി. നേതാക്കൾ പറയുന്നത്. അവിടുത്തെ എ ക്ലാസ് സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി എന്നും പറയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ കേരളത്തിൽ വന്ന് സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നാം കണ്ടതാണ്. അങ്ങനെ സുരേഷ് ഗോപി എന്ത് തന്നെയായാലും ജയിക്കും എന്നാണ് ബി.ജെ.പി. നേതൃത്വം കണക്കുകൂട്ടുന്നത്. എന്നാൽ തൃശ്ശൂർ മണ്ഡലത്തോടെ സഞ്ചരിക്കുന്ന ആൾക്കാർക്ക് എല്ലാം അറിയാം, ഇത്തവണയും സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ പൊങ്ങില്ല, എടുത്താൽ പൊങ്ങില്ല എന്നും. ഏതായാലും സുരേഷ് ഗോപി തൃശ്ശൂരിൽ അദ്ദേഹം ഒരു പ്രതിച്ഛായ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് അഴിമതി വിരുദ്ധ മുഖം അല്ലെങ്കിൽ അഴിമതി വിരുദ്ധ പ്രതിച്ഛായയാണ്. ഞാൻ അഴിമതിക്കെതിരെ പോരാടുന്ന ആളാണ്, ഞാൻ എല്ലാവരെയും സഹായിക്കുന്ന ആളാണ്, അഴിമതി ആര് നടത്തിയാലും അതിനെതിരെ പ്രതികരിക്കും എന്നൊക്കെയാണ് സുരേഷ് ഗോപി പറയുന്നത്. അദ്ദേഹം കരുവന്നൂരിൽ ബാങ്കിൽ നിന്ന് നടത്തിയ ഒരു മാർച്ചുണ്ട്. ആ മാർച്ചൊക്കെ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യം നൽകുകയും ചെയ്തിരുന്നു. ബി.ജെ.പി. നേതാക്കൾ ഭരിക്കുന്ന ബാങ്കുകളിലൊക്കെ നടന്ന തട്ടിപ്പുകൾ ആ സമയത്ത് പുറത്തു വരികയും അങ്ങോട്ട് എന്തുകൊണ്ട് മാർച്ച് നടത്തുന്നില്ല എന്ന് അന്ന് തന്നെ സുരേഷ് ഗോപിയോട് ചോദിക്കുകയും ചെയ്തതും അതും വാർത്തയായ സംഭവമൊക്കെ നമുക്കറിയാം. അങ്ങനെ ഒരു അഴിമതി വിരുദ്ധ പ്രതിച്ഛായ സൃഷ്ടിക്കാൻ ശ്രമിച്ച സുരേഷ് ഗോപി ഇതാ വീണ്ടും വീണ് കിടക്കുന്നു എന്ന് പറയേണ്ടി വരും. ഇവിടെ സുരേഷ് ഗോപി ചെയ്തിരിക്കുന്നത് നികുതി വെട്ടിക്കാനുള്ള ശ്രമമാണ്. നികുതി വെട്ടിക്കാൻ ശ്രമിക്കുകയും അത് നടത്തുകയും ചെയ്തിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന സുരേഷ് ഗോപിയാണ് കണ്ടത്. ഇത് സംബന്ധിച്ച് കേസ് വന്നു. കേസ് വന്നപ്പോൾ ആ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചു. കോടതി ആ ഹർജി എടുത്ത് മാറ്റിവെച്ചിരിക്കുന്നു, എടുത്ത് തള്ളിയിരിക്കുന്നു. എന്നിട്ട് വിചാരണയ്ക്ക് ഹാജരാകാൻ പറഞ്ഞിരിക്കുകയാണ് സുരേഷ് ഗോപിയോട്. ഇത് സംബന്ധിച്ച് എല്ലാ മാധ്യമങ്ങളിലും വാർത്തകൾ വന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു മാധ്യമത്തിൽ വന്ന വാർത്ത ഇങ്ങനെയാണ്: സുരേഷ് ഗോപിക്ക് തിരിച്ചടി, പുതുച്ചേരി വാഹന രജിസ്ട്രേഷൻ കേസ് റദ്ദാക്കണമെന്ന ഹർജികൾ തള്ളി, കേസിന്റെ വിചാരണ നടപടികൾ മെയ് 28-ന് ആരംഭിക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത തുടങ്ങുന്നു ഇങ്ങനെയാണ്: നടനും ബി.ജെ.പി. സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപിക്ക് തിരിച്ചടി, വ്യാജവിലാസം നൽകി പുതുച്ചേരിയിൽ ആഡംബര കാർ രജിസ്ട്രേഷൻ ചെയ്തുവെന്ന കേസ് റദ്ദാക്കില്ലെന്ന് എറണാകുളം ACJM കോടതി പറഞ്ഞു. വ്യാജവിലാസം നൽകി പുതുച്ചേരിയിൽ ആഡംബര കാർ രജിസ്റ്റർ ചെയ്യുക, എന്നിട്ട് 30 ലക്ഷത്തോളം രൂപ സംസ്ഥാനത്തിന് ലഭിക്കേണ്ടത്, നികുതി ഇനത്തിൽ ലഭിക്കേണ്ടത് വെട്ടിക്കുക. അങ്ങനെ നികുതി വെട്ടിപ്പിന്റെ ആശാനാണ് ഇപ്പോൾ അഴിമതിക്കെതിരെ വലിയ സമരം ചെയ്യുന്നു. തൃശ്ശൂർ ഞാനിങ്ങനെ എടുക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തൃശ്ശൂരിൽ പ്രചാരണം നടത്തുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം. അതിനുശേഷം വാർത്ത തുടരുകയാണ്. കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് സുരേഷ് ഗോപി നൽകിയ ഹർജി ഇന്ന് കോടതി തള്ളി. പുതുച്ചേരിയിൽ വ്യാജവിലാസം ഉപയോഗിച്ച് വാഹനം രജിസ്റ്റർ ചെയ്തതിലൂടെ നികുതി വെട്ടിച്ചുവെന്നും അതുവഴി കേരളത്തിന് 30 ലക്ഷം രൂപയുടെ, ചെറിയ തുകയല്ല, 30 ലക്ഷം രൂപയുടെ നികുതി നഷ്ടമുണ്ടായെന്നുമായിരുന്നു കേസ്. 2010-2016 വർഷങ്ങളിൽ 2 ആഡംബര കാറുകളാണ് പുതുച്ചേരിയിൽ രജിസ്റ്റർ ചെയ്തത്. പുതുച്ചേരി ചാവടിയിലെ കാർത്തിക അപ്പാർട്ട്മെന്റിൽ വാടകയ്ക്ക് താമസിക്കുന്നുവെന്ന് വ്യാജരേഖയുണ്ടാക്കിയാണ് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയതെന്നും കേസിൽ അന്വേഷണം നടത്തിയ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. ഇത് സംബന്ധിച്ച് അന്ന് തന്നെ നിരവധി വാർത്തകൾ വന്നിരുന്നു. മാതൃഭൂമി ന്യൂസിന്റെ റിപ്പോർട്ടർ ഈ പുതുച്ചേരിയിൽ പോയി ഈ അഡ്രസ്സ് അവിടെയുണ്ടോ എന്ന് നോക്കി അങ്ങനെ ഇല്ല എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന റിപ്പോർട്ടുകളൊക്കെ നാം കണ്ടതാണ്. അതിനുശേഷമാണ് ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്തത്. ആ കേസ് തള്ളണമെന്നാണ് സുരേഷ് ഗോപി ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത്. സുരേഷ് ഗോപിയുടെ ഹർജിയാണ് ഇന്ന് കോടതി തള്ളിയിരിക്കുന്നത്. വിചാരണ നടപടികളുമായി മുന്നോട്ട് പോകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ കേസിൽ കഴമ്പുണ്ട് എന്ന് വെച്ചാൽ 30 ലക്ഷം രൂപ സുരേഷ് ഗോപി വെട്ടിച്ചു എന്ന് തെളിവുണ്ട്. അതുകൊണ്ട് തന്നെ വിചാരണ നേരിടണമെന്നാണ് ACJM കോടതി, എറണാകുളം ACJM കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. ഏതായാലും സുരേഷ് ഗോപി ഇനിയിപ്പോൾ ACJM കോടതിയുടെ വരാന്തയിൽ പോയി നിൽക്കേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമേയില്ല. വരാന്തയിൽ നിന്ന് അകത്ത് കയറി പ്രതിക്കൂട്ടിലും നിൽക്കേണ്ടി വരും എന്നതും ഒരു വസ്തുതയാണ്. അതിപ്പോൾ തൃശ്ശൂർ എടുത്തതിന് ശേഷമാണോ അഥവാ ജനങ്ങൾ തൃശ്ശൂരിൽ നിന്ന് ഓടിച്ചതിന് ശേഷം മാത്രമാണോ എന്നേ ഇനി അറിയാനുള്ളൂ. ഇങ്ങനെ അഴിമതി വിരുദ്ധ മുഖം സൃഷ്ടിക്കാനും അഴിമതിക്കെതിരെ പോരാടുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ വായിൽ സംസാരിക്കാനും സിനിമയിലെ ഡയലോഗ് പോലെ മൈക്കിന് മുന്നിൽ ആക്രോശിക്കാനും ഒക്കെ തയ്യാറാകുന്ന സുരേഷ് ഗോപിക്ക് കിട്ടിയ ഒരു വമ്പൻ തിരിച്ചടി തന്നെയാണ് ഇത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അവിടെ അവസാനിപ്പിക്കുന്നില്ല വാർത്ത, അതിനുശേഷം തുടരുകയാണ്. കേസിന്റെ വിചാരണ നടപടികൾ മെയ് 28-ന് ആരംഭിക്കും. അതേസമയം കേസിൽ സുരേഷ് ഗോപിക്ക് കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ നിന്ന് BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സുരേഷ് ഗോപി കോടതി വിധി കനത്ത തിരിച്ചടിയായിരിക്കുകയാണ് എന്നാണ് വാർത്ത. നേരത്തെ ഈ കേസിൽ ജാമ്യമെടുത്തതാണ്. ജാമ്യമെടുത്തതിന് ശേഷമാണ് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സുരേഷ് ഗോപി കോടതിയെ സമീപിച്ചത്. കോടതി ഇപ്പോൾ അത് തള്ളിയിരിക്കുന്നു. കോടതിയിൽ സുരേഷ് ഗോപി പറഞ്ഞ ഒരു ന്യായമുണ്ട്. അത് ആ സ്ഥലം എന്ന് പറയുന്നത് എൻ്റെ കൃഷിഭൂമിയാണ്. ആ കൃഷിഭൂമിയുടെ പേരിലാണ് ഈ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തത് എന്ന് ക്രൈംബ്രാഞ്ച് അതനുസരിച്ച് അവിടെ പോയി അന്വേഷിച്ചു. അങ്ങനെ അന്വേഷിച്ചപ്പോൾ ആ സ്ഥലം അങ്ങനെ ഒരു കൃഷിഭൂമിയേ ഇല്ല എന്ന് കണ്ടെത്തിയിരുന്നു എന്നതാണ് കുറ്റപത്രത്തിൽ നൽകിയിരിക്കുന്നത്. എന്തായാലും സുരേഷ് ഗോപി എന്നൊരു നടനാണ് ഇത് ചെയ്തതെങ്കിൽ വലിയ പ്രശ്നമില്ല, പിഴയടിച്ച് തീർക്കാമായിരുന്നു. പക്ഷേ സുരേഷ് ഗോപി വെറുമൊരു നടനല്ല, BJPയുടെ നേതാവാണ്. BJPയുടെ നേതാവ് മാത്രമല്ല, തൃശ്ശൂരിൽ മത്സരിക്കുന്ന BJPയുടെ സ്ഥാനാർത്ഥിയാണ്. അതിനേക്കാൾ ഉപരിയായി അദ്ദേഹം വലിയ വായിൽ വർത്തമാനം പറയുന്ന ആളാണ്. എതിരെക്കുറിച്ച്, അഴിമതിയെക്കുറിച്ച്, അഴിമതി വിരുദ്ധതയെക്കുറിച്ച്, അഴിമതി നടത്തുകയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എന്നൊക്കെ അദ്ദേഹം വലിയ വായിൽ വിളിച്ചു പറയുന്ന ആൾ കൂടിയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിന് വലിയ വാർത്താ പ്രാധാന്യം ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് വലിയ ചർച്ചയായി മാറുകയും ചെയ്യുന്നത്. പല നടന്മാരും പുതുച്ചേരിയിൽ ഇതുപോലെ വാഹനം രജിസ്റ്റർ ചെയ്യുകയും അതനുസരിച്ച് നികുതി വെട്ടിപ്പ് നടത്താനുള്ള ശ്രമങ്ങൾ ഒക്കെ നടത്തുകയും ചെയ്തിരുന്നു. അതൊരു പരമ്പരയായി തന്നെ കേരളത്തിലെ വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്രമുഖ നടന്മാരൊക്കെ അതിൽ പെട്ടിരുന്നു, നടിമാർ പെട്ടിരുന്നു. അവരൊക്കെ ഈ തെറ്റ് തിരിച്ചറിഞ്ഞ ശേഷം, ഇങ്ങനെ പിടി വീഴും എന്ന് മനസ്സിലാക്കിയ ശേഷം നികുതി അടച്ച്, പിഴയടക്കമുള്ള നികുതി അടച്ച് ആ കേസ് ഒത്തുതീർപ്പാക്കുകയാണ് ചെയ്തത്. അതാണ് വഴി. അത് തന്നെയായിരുന്നു സുരേഷ് ഗോപിയും ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ സുരേഷ് ഗോപിക്ക് അന്ന് തന്നെ വാർത്തയൊക്കെ വന്നപ്പോൾ, BJP നേതാവ് കൂടിയാണല്ലോ, ആ സമയത്ത് രാജ്യസഭാ അംഗവും കൂടിയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് മാറാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചത്. കോടതി ഇപ്പോൾ അതിർത്ത് ദൂരെ കളഞ്ഞിരിക്കുന്നു. വിചാരണ നടപടികൾക്ക് ഹാജരാകാൻ പറഞ്ഞിരിക്കുന്നു. ഏതായാലും 28-ാം തീയതി മുതൽ ഇലക്ഷൻ കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം തന്നെ വിചാരണ നടപടികൾ ആരംഭിക്കും. ഇലക്ഷന് മുമ്പ് ഭാഗ്യത്തിന് വിചാരണ നടപടികൾ ആരംഭിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇലക്ഷന് മുമ്പാണ് വിചാരണ നടപടികൾ ആരംഭിക്കുന്നത് എങ്കിലും സുരേഷ് ഗോപി ഹാജരാകില്ല. കാരണം അദ്ദേഹം തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഹാജരാകാൻ കഴിയില്ല, മാറ്റിവെക്കണമെന്ന് കോടതിയോട് ആവശ്യപ്പെടുമായിരിക്കും. അതേതായാലും ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കോടതി അത്തരമൊരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. ഏതായാലും ഇനിയിപ്പോൾ സുരേഷ് ഗോപിയെ നമുക്ക് തൃശ്ശൂരിൽ നിന്ന് ശേഷം കോടതിയുടെ വരാന്തയിൽ കാണാം എന്ന് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ.